എല്ലാവർക്കും എജ്യൂനെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഹിഡനിസ്റ്റിക് കാൽക്കുലസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജെർമി ബെന്താമിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് യൂട്ടിലിറ്റേറിയനിസം ആണ് പറഞ്ഞത്. അതിൻ്റെ ബാലൻസ് ആണ് ഹിഡനിസ്റ്റിക് കാൽക്കുലസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ജെർമി ബെന്താം ക്വാണ്ടിറ്റേറ്റീവ് യൂട്ടിലിറ്റേറിയനിസം ആണ് പറയുന്നത്. അപ്പം എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ സാധിക്കും? മെഷർ ചെയ്യാൻ സാധിക്കും. ജെർമി ബെന്താം പറയുന്നത് പ്ലഷർ എന്താണ്? മെഷറബിൾ ആണെന്നാണ് പറയുന്നത്. പ്ലഷർ എന്താണ്? നമുക്ക് മെഷർ ചെയ്ത് അളന്നെടുക്കാം. ഒരു റൂം എങ്ങനെ അളന്നെടുക്കാം അതേപോലെ തന്നെ നമുക്ക് പ്ലഷറും എന്ത് ചെയ്തെടുക്കാൻ പറ്റും? അളന്നെടുക്കാൻ സാധിക്കും. അപ്പം അത് അളന്നെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്കെയിൽ വേണം അല്ലേ? അപ്പം ജെർമി ബെന്താം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്കെയിലാണെന്തെന്ന് പറയുന്നത് ഹിഡനിസ്റ്റിക് കാൽക്കുലസ്. അപ്പോൾ എന്താണ്? ബെന്താം ബിലീവ്സ് ദാറ്റ് പ്ലഷർ ആർ കേപ്പബിൾ ഓഫ് ബീയിങ് മെഷേർഡ്. അപ്പം ബെന്താം പറയുന്നത് വിശ്വസിക്കുന്നത് എന്താണ്? പ്ലഷേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മെഷർ ചെയ്യാൻ സാധിക്കും, അളക്കാൻ സാധിക്കും. ഹി സൈസ് വെയ് പ്ലഷേഴ്സ് ആൻഡ് വെയ് പെയിൻസ്. അദ്ദേഹം പറയുന്നത് എന്താണ്? പ്ലഷേഴ്സും പെയിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അളക്കാൻ പറ്റും. ഓക്കെ. ബെന്താം വാണ്ടഡ് എ സ്റ്റാൻഡേർഡ് വിച്ച് വാസ് ഹാർഡ് ആൻഡ് സോളിഡ് ആൻഡ് ഓൾസോ അവേ ഫ്രം പേഴ്സണൽ തോട്ട് ആൻഡ് ഫീലിങ്സ്. അപ്പം ബെന്താമിന് ആവശ്യമായിട്ടുള്ളത് എന്താണ്? ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മെത്തേഡ് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്ലഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മെത്തേഡ് എന്തായിരിക്കണം? ഹാർഡ് ആൻഡ് സോളിഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്? ആൻഡ് ഓൾസോ അവേ ഫ്രം പേഴ്സണൽ തോട്ട് ആൻഡ് ഫീലിങ്സ്. അതൊരിക്കലും എന്താകാൻ പാടില്ല? ആ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സബ്ജക്റ്റീവ് ആകാൻ പാടില്ല. അതിനെന്തുണ്ടായിരിക്കണം? ഒരു ഒബ്ജക്റ്റീവ് സ്വഭാവം ഉണ്ടായിരിക്കണം അല്ലേ? നമ്മുടെ ഫീലിങ്സിനും നമ്മുടെ തോട്ട്സിനും അതീതമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? അത് അളന്നെടുക്കാൻ സാധിക്കണം. ഓക്കെ. അപ്പോൾ എന്താണ്? ഇൻ ദിസ് ഡിസ്കഷൻ ഹി വാസ് മച്ച് ഇംപ്രസ്ഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ കാൽക്കുലസ്. അപ്പം അദ്ദേഹം കൂടുതൽ ഇംപ്രസ്ഡ് ആയിട്ടുള്ളത് എന്തിലാണ്? മാത്തമാറ്റിക്കൽ കാൽക്കുലസിലാണ്. എന്താണ് മാത്തമാറ്റിക്കൽ കാൽക്കുലസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മെഷർ ചെയ്തെടുക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സർട്ടൺ ആയിരിക്കും. ഓക്കെ. ഇറ്റ് വാസ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് പ്ലഷർ ക്യാൻ ബി മെഷേർഡ് സിമിലർ ടു ദ ലെങ്ത് ഓഫ് എ റൂം. അപ്പോൾ ഒരു റൂമിൻ്റെ ലെങ്ത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും അതേപോലെ തന്നെ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ സാധിക്കും? പ്ലഷർ മെഷർ ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്നത് എന്താണ്? ബെന്താംസ് ഹിഡനിസ്റ്റിക് കാൽക്കുലസ് മെഷേഴ്സ് പ്ലഷേഴ്സ് ത്രൂ 7 ഡയമെൻഷൻസ്. അപ്പം 7 ഡയമെൻഷൻസിലൂടെയാണ് എന്താണ് ഹിഡനിസ്റ്റിക് കാൽക്കുലസിലൂടെ പ്ലഷർ ബെന്താം എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. അപ്പം ബെന്താം പ്ലഷർ മെഷർ ചെയ്യുന്നത് 7 ഡയമെൻഷൻസിലൂടെയാണ്. ഓക്കെ. നമുക്ക് ആ 7 ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ 7 ഡയമെൻഷൻസ് വിച്ച് ആർ നോൺ ആസ് ബെന്താംസ് ഹിഡനിസ്റ്റിക് കാൽക്കുലസ്. അപ്പോൾ ഈ 7 ഡയമെൻഷൻസിനെയാണ് ബെന്താമിൻ്റെ ഹിഡനിസ്റ്റിക് കാൽക്കുലസ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് മോറൽ അരിത്തമെറ്റിക്സ്. ഷോർട്ട് നോട്ടായിട്ടൊക്കെ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ടൊക്കെ ചോദിക്കാം മോറൽ അരിത്തമെറ്റിക്സിൽ നിന്ന്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ് വരുന്ന 7 ഡയമെൻഷൻസ് എന്നൊക്കെ പറയുന്നത്? ഇൻറ്റൻസിറ്റി, ഡ്യൂറേഷൻ, നിയർനെസ്, സർട്ടേണിറ്റി, purity or lack of pain, fruitfulness or that which produces other pleasure, and extent to or the number of people who profit by it. അപ്പോൾ ഇത്രയും 7 ഡയമെൻഷൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു പ്ലഷർ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കിത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. എന്താണ്? ബെന്താം ഹോൾസ് ദാറ്റ് ദ ഓൺലി സ്റ്റാൻഡേർഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് പ്ലഷർ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റി ടേക്ക് ഡിഫറെൻറ്റ് ഫോംസ്. അപ്പം ബെന്താം ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് പ്ലഷർ വാല്യൂ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡാണ്. ക്വാണ്ടിറ്റി പറയുമ്പോൾ അതിനെന്തുണ്ടായിരിക്കും? ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടായിരിക്കും. ആ ഡിഫറെൻറ്റ് ഫോംസ് ആണ് നമുക്കിവിടെ ഡയമെൻഷൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. എന്താണ്? ഇറ്റ് ഹാസ് 7 ഡയമെൻഷൻസ് ഓഫ് വാല്യൂ. ഒന്നാമത്തത് ഇൻറ്റൻസിറ്റി, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഡ്യൂറേഷൻ, പ്രോക്സിമിറ്റി, സർട്ടേണിറ്റി, പ്യൂരിറ്റി, ഫെക്കുണ്ടിറ്റി ആൻഡ് എക്സ്റ്റെൻറ്റ്. ഈ 7 ഡയമെൻഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. എക്സ്റ്റെൻറ്റ് എന്ന് പറയുമ്പോൾ ദ നമ്പർ ഓഫ് പേഴ്സൺസ് അഫക്റ്റഡ്. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് പറയട്ടെ. എന്താണ് എക്സ്റ്റെൻറ്റ് എന്ന് പറയുമ്പോൾ? എന്താണ് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു പ്ലഷർ കിട്ടുകയാണ്, അത് എന്നെ മാത്രമാണോ അഫക്റ്റ് ചെയ്യുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പേര്, ഒരു സൊസൈറ്റിയെ മൊത്തത്തിൽ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ എന്താണ് പ്ലഷർ തരുന്ന ഒന്നായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ടെസ്റ്റ് പേപ്പറിന് കുറച്ച് മാർക്ക് കിട്ടി, അപ്പോൾ അത് എനിക്ക് മാത്രമായിരിക്കും അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നത്. നേരെ മറിച്ച് ഞാനൊരു PSC എക്സാം എഴുതി ഞാനത് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി മൊത്തത്തിൽ അത് സന്തോഷിക്കില്ല. അപ്പം ആദ്യത്തതിനേക്കാൾ എക്സ്റ്റെൻഡ് കൂടുതൽ ഏതിനായിരിക്കും? രണ്ടാമത് പറഞ്ഞതിനായിരിക്കും. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഓരോന്ന് നോക്കാം. 1 പ്ലഷർ ഈസ് മോർ ഇൻറ്റൻസ് ദാൻ അനദർ. അപ്പോൾ എന്താണ്? അത് ഇൻറ്റൻസിറ്റിയിലാണ് പറയുന്നത് അല്ലേ? ആദ്യത്തെ ഡയമെൻഷനാണ് ഇൻറ്റൻസിറ്റി. ചില പ്ലഷറിന് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഒരാൾ ഒരു മിഠായി മേടിച്ച് തരുവാണ്.
ഓക്കെ, അപ്പോൾ അവിടെ ഉള്ള ഒരു പ്ലഷറിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ആലോചിക്കാമല്ലോ. അതേപോലെ തന്നെ മറ്റൊരാൾ എനിക്കൊരു ആപ്പിളിൻ്റെ ഐഫോൺ മേടിച്ച് തരുവാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ആ മിഠായി തരുമ്പോഴുള്ള ഇൻറ്റൻസിറ്റി ആയിരിക്കും എനിക്കൊരു ഫോൺ ഒരാൾ ഗിഫ്റ്റായിട്ട് തരുമ്പോൾ ആ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും അല്ലേ. അപ്പം വൺ പ്ലഷർ ഈസ് മോർ ഇൻറ്റൻസ് ദാൻ അനദർ. മോർ ഇൻറ്റൻസ് പ്ലഷർ ഈസ് പ്രിഫറബിൾ. നമ്മൾ കൂടുതൽ എന്താണ് ഇൻറ്റൻസ് ആയിട്ടുള്ള പ്ലഷർ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലേ. നമ്മൾ മിഠായി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്, നമ്മൾ ഐഫോൺ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ദ മോർ ഇൻറ്റൻസ് പ്ലഷർ ഈസ് പ്രിഫറബിൾ ടു എ ലെസ് ഇൻറ്റൻസ് പ്ലഷർ. ലെസ് ഇൻറ്റൻസ് പ്ലഷറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? മോർ ഇൻറ്റൻസ് പ്ലഷർ ആയിരിക്കും. ഓൾസോ വൺ പ്ലഷർ ഈസ് മോർ ഡ്യൂറബിൾ ദാൻ അനദർ. അപ്പോൾ അത് രണ്ടാമത്തതാണ് ഡ്യൂറേഷൻ. ചില പ്ലഷർ കൂടുതൽ ഡ്യൂറബിൾ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, ഞാൻ ടെസ്റ്റ് പേപ്പറിന് ജയിച്ചു, അത് കുറച്ച് ആ ഒരു ദിവസം എനിക്ക് ഒരു സന്തോഷം ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ഞാൻ ബോർഡ് എക്സാമിന് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച എനിക്ക് ആ ഒരു സന്തോഷം ഉണ്ടാകും. ഇപ്പോൾ ഒരാൾ എനിക്കൊരു 10,000 രൂപയുടെ ഫോൺ മേടിച്ചു തന്നു, അപ്പോൾ എനിക്ക് എന്താണ് സന്തോഷം ഒരു 2 ദിവസം ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ഒരാൾ എനിക്കൊരു ഐഫോൺ മേടിച്ച് തരുവാണ്, 1,00,000 രൂപയുടെ ഐഫോൺ മേടിച്ച് തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത് എന്താണ് 2-3 ആഴ്ച ആ ഒരു സന്തോഷം ഉണ്ടായേക്കും. അപ്പോൾ കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള പ്ലഷർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദ മോർ ഡ്യൂറബിൾ പ്ലഷർ ഈസ് പ്രിഫറബിൾ ടു എ ലെസ് ഡ്യൂറബിൾ പ്ലഷർ. അപ്പം ലെസ് ഡ്യൂറബിൾ പ്ലഷറിനേക്കാളും നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? മോർ ഡ്യൂറബിൾ പ്ലഷർ ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്? ലൈക്ക് വൈസ് എ പ്രോക്സിമേറ്റ് പ്ലഷർ ഈസ് പ്രിഫറബിൾ ടു എ പ്ലഷർ വിച്ച് ഈസ് റിമോട്ട്. അപ്പം പ്രോക്സിമേറ്റ് ആയിട്ടുള്ള പ്ലഷർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത് റിമോട്ട് ആയിട്ടുള്ള പ്ലഷറിനേക്കാളും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് വെച്ചിട്ട് തന്നെ പറയാം. നമുക്ക് റിമോട്ട് ആയിട്ടുള്ള ഒരു പ്ലഷർ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ പലരും പറയാറുണ്ടല്ലോ. അതെന്താണ്? റിമോട്ടായിട്ടുള്ളതെന്നാണ്. പക്ഷെ നമ്മൾ അതാണോ പ്രിഫർ ചെയ്യുന്നത്? അല്ല. നമ്മൾ ഈ വേൾഡിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന പ്ലഷർ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കാറ് കിട്ടിയേക്കാം. അപ്പം ഞാൻ അതല്ല പ്രിഫർ ചെയ്യുന്നത്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ഇന്ന് എനിക്ക് എന്താണ് കിട്ടുന്നത് അതായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ പ്രോക്സിമേറ്റ് പ്ലഷർ ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് റിമോട്ടായിട്ടുള്ള പ്ലഷറിനെ അപേക്ഷിച്ച്. കൂടുതലും പ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന പ്ലഷർ ആയിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. 10 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്ലഷർ ആയിരിക്കില്ല, അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്ലഷർ ആയിരിക്കില്ല. ഇന്ന് കിട്ടുന്ന പ്ലഷർ ആയിരിക്കും, അല്ലെങ്കിൽ നാളെ കിട്ടുന്ന പ്ലഷർ ആയിരിക്കും, അല്ലെങ്കിൽ ഈ വർഷം കിട്ടുന്ന പ്ലഷർ ആയിരിക്കും. ഓക്കെ, പിന്നെന്താണ്? സർട്ടൻ പ്ലഷർ ഈസ് പ്രിഫറബിൾ ടു ആൻ അൺസർട്ടൻ പ്ലഷർ. അപ്പോൾ ഒരു സർട്ടൻ ആയിട്ടുള്ള പ്ലഷർ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. വേറൊന്ന് അൺസർട്ടൻ ആയിട്ടുള്ള പ്ലഷർ, അതിൽ നിന്ന് പ്ലഷർ കിട്ടുമോയെന്ന് പോലും നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ സർട്ടൻ ആയിട്ടുള്ള പ്ലഷറാണ് എല്ലാവരും. ഇപ്പം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്ലഷർ കിട്ടും, അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള പ്ലഷർ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഒരു പ്രവൃത്തി ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് പ്ലഷർ ഉണ്ടായേക്കാം, അത് എൻജോയബിൾ ആയേക്കാം എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. ഓക്കെ, അതാണ് സർട്ടനിറ്റിയിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻറ്റൻസിറ്റി നോക്കി, ഡ്യൂറേഷൻ നോക്കി, പ്രോക്സിമിറ്റി നോക്കി, സർട്ടനിറ്റി നോക്കി. പിന്നെ പ്യൂരിറ്റിയാണ്. പ്യൂരിറ്റി എന്ന് പറയുന്ന ഫ്രീഡം ഫ്രം പെയിൻ. അതായത് നമ്മൾ പ്യുവർ ആയിട്ടുള്ള പ്ലഷർ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇംപ്യുവർ പ്ലഷർ എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? ഒരു പെയിൻ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ഹോട്ടലിൽ കയറി ഫുഡ് മേടിച്ച് കഴിക്കുകയാണ് നമ്മുടെ പൈസയ്ക്ക്. അപ്പം നമുക്ക് ആ ഒരു പ്ലഷറിനേക്കാളും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തായിരിക്കും? നമ്മളൊരു കല്യാണ വീട്ടിൽ നമ്മളെ വിളിക്കാത്ത കല്യാണത്തിന് നമ്മൾ വെറുതെ ഹോസിന് പോയി കഴിക്കില്ല, അപ്പം കിട്ടുന്ന സന്തോഷമായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അത് ആണ് എന്തെന്ന് പറയുക? പ്യുവർ പ്ലഷർ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് പ്യുവർ പ്ലഷർ. കാരണം അതിലെന്തില്ല? പെയിൻ ഇല്ല. നമ്മൾ മറ്റതിൽ എന്തുണ്ട്? പെയിൻ ഉണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ എണ്ണി കൊടുത്തിട്ടാണ് നമ്മളത് മേടിക്കുന്നത്. ഓക്കെ ആണല്ലോ. എന്താണ്? സർട്ടൻ പ്ലഷർ ഈസ് പ്രിഫറബിൾ, അത് പറഞ്ഞു. എ പ്ലഷർ ഈസ് സെഡ് ടു ബി പ്യുവർ വെൻ ദാറ്റ് ഈസ് ഫ്രീ ഫ്രം പെയിൻ. അതായത് ഒരു പ്ലഷർ എപ്പോഴാണ് പ്യുവർ ആകുന്നത്? അതിൽ പെയിൻ ഇല്ലാത്തപ്പോഴാണ് അത് പ്യുവർ ആകുന്നത്. ആൻഡ് സച്ച് എ പ്ലഷർ ഈസ് മോർ പ്രിഫറബിൾ. ആ പ്ലഷർ ആയിരിക്കും നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ടു ആൻ ഇംപ്യുവർ പ്ലഷർ. ഇംപ്യുവർ പ്ലഷറിനേക്കാൾ കൂടുതൽ. എ പ്ലഷർ ഈസ് സെഡ് ടു ഹാവ് ഫെക്യുണ്ടിറ്റി വെൻ ഇറ്റ് പ്രൊഡ്യൂസസ് എ നമ്പർ ഓഫ് അതർ പ്ലഷർ. അപ്പോൾ എന്താണ്? ഒരു പ്ലഷർ എപ്പോഴാണ് ഫെക്യുണ്ടിറ്റി ആവുന്നത്? അല്ലെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ പ്ലഷർ നമുക്ക് തരുമ്പോഴാണ്. ഇപ്പം ഒരു പ്ലഷറിൽ നിന്ന് അനേകം പ്ലഷർ നമുക്ക് കിട്ടുന്ന പ്ലഷർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം ഒരു പ്ലഷറിൽ നിന്നും വേറെ പ്ലഷർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരിക്കലും പ്രിഫർ ചെയ്യില്ല. അപ്പോൾ എന്താണ്? ഫെക്യുൻ പ്ലഷർ എന്ന് പറയുന്നത് പ്രിഫറബിൾ ആണ് ടു എ ബാരൻ പ്ലഷർ.
ബാരൻ പ്ലഷറിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെക്യൂൻ പ്ലഷർ എന്താണ് പ്രിഫറബിൾ ആണ്, വിച്ച് ഡസ് നോട്ട് ഗിവ് റൈസ് ടു അതർ പ്ലഷർ. അപ്പം ബാരൻ പ്ലഷർ എന്ന് പറയുന്ന ആ പ്ലഷറിൽ നിന്ന് നമുക്ക് മറ്റ് പ്ലഷേഴ്സ് നമുക്ക് കിട്ടില്ല. ഫെക്യൂൻ പ്ലഷർ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്ലഷേഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെന്താണ്, ദ പ്ലഷർ മേ ബി എൻജോയ്ഡ് ബൈ എ സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ ഓർ ബൈ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. എ പ്ലഷർ വിച്ച് ഈസ് ഹാവിങ് എ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഒരു പ്ലഷർ എപ്പോഴായിരിക്കും അതിന് ഒരു ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് ഉണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് ഉള്ള പ്ലഷർ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തുവാണ്, ആ ഒരു പ്ലഷർ ഒരുപാട് പേരിലോട്ട് പോയേക്കാം. ഇപ്പം എനിക്കൊരു എന്താണ്, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം, എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടുകയാണ്, അല്ലെങ്കിൽ PSCയിൽ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ എൻ്റെ ഫാമിലി മൊത്തത്തിൽ, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അടക്കം എല്ലാവരും എന്ത് ചെയ്തേക്കാം, സന്തോഷിച്ചേക്കാം. നേരെ മറിച്ച് ഞാനൊരു എക്സാമിന് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേപ്പറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ എക്സാമിനെങ്ങാനും പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമായിരിക്കും സന്തോഷം, അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, എന്താണ്, ഗ്രേറ്റർ എക്സ്റ്റെൻ്റ് ഉള്ള പ്ലഷർ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന പ്ലഷർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. എന്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പേർക്ക് പ്ലഷർ കൊടുക്കുന്ന, ഹാപ്പിനെസ് കൊടുക്കുന്ന പ്ലഷറിനേക്കാളും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ പേരിലോട്ട് എത്തുന്ന പ്ലഷറിനാണ്. ഇപ്പം കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ടോപ്പിക്സ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പോർഷൻ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനത് ഇട്ട് തരാം കേട്ടോ. അപ്പം എന്തായാലും ഇതങ്ങ് പോവുകയാണല്ലോ. ഇപ്പം നമ്മൾ ജർമ്മി ബന്ധാമുണ്ട്, ഇനി നമുക്ക് നോക്കാനുള്ളത് ക്വാളിറ്റേറ്റീവ് യൂട്ടിലിറ്റേറിയൻസ് ആണ്. അതും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് പോകാം. അതേപോലെ തന്നെ ഇമ്മാനുവൽ കാന്റിൻ്റെ എത്തിക്സ് നമുക്ക് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. എല്ലാ എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പം ഇതൊക്കെ എന്താണ്, നമ്മൾ പുതുതായിട്ട് കേൾക്കുന്ന ടേംസ് ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ വായിച്ചാൽ പെട്ടെന്ന് കിട്ടും, എളുപ്പമാണ്. എന്നിരുന്നാലും ചിലർക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ടോപ്പിക്സ് ഞാൻ കവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ശരി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസിന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഇത് പഠിക്കുന്ന ഫിലോസഫി പഠിക്കുന്ന ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ.